ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ വനിതകളെക്കുറിച്ച് പറയാതെ എങ്ങനെയോ കടന്നു പോകും അല്ലേ ഈ ഒരു ദിവസം അവസാനിക്കുമ്പോൾ? തീർച്ചയായും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളുണ്ട്, ചില വിശേഷങ്ങൾ, ചില വനിതകളുടെ വിശേഷങ്ങൾ. അങ്ങനെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കയ്യിൽ എപ്പോഴും ക്യാമറയുണ്ട്. കാട് കയറി ക്യാമറ കണ്ണിൽ പക്ഷികളെയും വന്യമൃഗങ്ങളെയും പകർത്തുന്ന അപർണ പുരുഷോത്തമനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൂടുതൽ വനിതകൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹമാണ് ഈ വനിതാ ദിനത്തിൽ അപർണ പങ്കുവയ്ക്കുന്നത്. ഈ വനിതാ ദിനത്തിൽ വേറിട്ട മേഖലയിൽ സഞ്ചരിക്കുന്ന ഒരു വനിതയെ പരിചയപ്പെടാം. പൊതുവെ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവുള്ള മേഖലയാണ് ഫോട്ടോഗ്രഫി, പ്രത്യേകിച്ചും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി. ഇന്നത്തെ നമ്മുടെ താരം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. പോകാം വിശേഷങ്ങളിലേക്ക്. ഡോക്ടർ അപർണ പുരുഷോത്തമൻ 12 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ക്യാമറയുമായുള്ള അപർണയുടെ ബന്ധം. പഠിച്ചതും പഠിപ്പിച്ചതും ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിന്നും മെല്ലെ ഫോട്ടോഗ്രഫിയിലേക്ക്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയാണ് അപർണ തിരഞ്ഞെടുത്തത്. കാടുകയറി വന്യമൃഗങ്ങളെയും പക്ഷികളെയും ക്യാമറ കണ്ണുകളിൽ പകർത്തുന്ന പെൺപുലി. പക്ഷികളെ തന്റെ ക്യാമറയിൽ പകർത്താനാണ് അപർണ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പീലി വിടർത്തി നിൽക്കുന്ന മയിലും മലമുഴക്കി വേഴാമ്പലും എല്ലാം അപർണയുടെ യാത്രകളിൽ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞു. യാത്രകളെ കുറിച്ച് പറയുമ്പോൾ അപർണ വാചാലയാകും. എൻ്റെ ഹസ്ബൻഡ് വിവാഹ വാർഷിക സമ്മാനമായിട്ട് തന്ന ഒരു ക്യാമറയിൽ നിന്നാണ് ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ അധികം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഞാനതൊരു സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്ട്സ്. കാരണം നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള ചിത്രങ്ങൾ പക്ഷികളുടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമൂഹം അംഗീകരിച്ചു. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാവാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഫിസിക്സ് അധ്യാപിക ഇപ്പോൾ ഫോട്ടോഗ്രഫി അധ്യാപികയാണ്. ഈ രംഗത്തേക്ക് കൂടുതൽ പേർ കടന്നു വരണമെന്നതാണ് അപർണയുടെ ആഗ്രഹം. അതിനായി പുതുതലമുറയെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീയുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ട്. അപർണയുടെ വിജയത്തിന് പിന്നിൽ ഭർത്താവ് അശോകുമുണ്ട്. ക്യാമറ ആദ്യമായി അപർണയ്ക്ക് സമ്മാനിച്ചതും അശോകാണ്. ക്യാമറ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവള് നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. ചിത്രം വരയ്ക്കുമ്പോഴത്തേക്ക് ആ വരയ്ക്കുന്ന ചിത്രങ്ങൾ കുറച്ചും കൂടെ ക്യാമറയിലേക്ക് പതിയുന്ന പോലെ ഉള്ള ഫ്രെയിംസ് ഉണ്ടാക്കാം. അതായത് ക്യാമറയിൽ ചിത്രങ്ങൾ എടുത്തിട്ട് അത് വരയ്ക്കാം എന്നുള്ള രീതിയിലാണ് ക്യാമറ വാങ്ങിക്കൊടുത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവളുടെ ഇതിലേക്കുള്ള പാഷനും ഇതിനോടുള്ള ആ ഒരു കൂടുതലായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റം കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഫീൽഡായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. കോട്ടയം പേരൂരുള്ള വീട്ടിൽ നിറയെ അപർണ നേടിയ പുരസ്കാരങ്ങളാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയിൽ ഇനിയും ഏറെ സ്ത്രീ സാന്നിധ്യങ്ങൾ ഉണ്ടാകണമെന്നതാണ് അപർണയുടെ ആഗ്രഹം. അതിനായി ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതുപോലെ കഴിവുകളുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളാണ് ഇവർക്കെല്ലാം തന്നെ തടസ്സമായി മാറാറ്. ഈ വനിതാ ദിനത്തിൽ അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. അപർണ ആഗ്രഹിക്കുന്ന പോലെ കൂടുതൽ സ്ത്രീകൾ ഫോട്ടോഗ്രാഫിയിലേക്ക് വരട്ടെ. ഒപ്പം കുടുംബത്തിന്റെ പിന്തുണ ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ.